നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തേത് തുളസിയും രണ്ടാമത്തേത് ചെമ്പരത്തിയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ എപ്പോഴാണ് ആഗ്രഹങ്ങൾ നടക്കുക, എത്ര കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഒന്നാമത്തെ ചിത്രമായ തുളസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തുളസിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അതിന് ഏറ്റവും പ്രധാന അർത്ഥമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭഗവാന്റെ, അതായത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ആഗ്രഹം നടക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യം. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഈ ഒന്നാമത്തെ ചിത്രമായ തുളസി എന്ന ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുറച്ച് തടസ്സങ്ങൾ കടന്നു വരുന്നുണ്ട്, ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതായത് സമയക്രമം അനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനായി അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കുമെന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിന് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച, അതായത് ഒരു നിർത്തൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ എന്താണോ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് തുടർന്നു കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരൂ. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തിരിച്ചടികളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ തളർന്നു പോകരുത്. ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ആയിരിക്കാം ആ തിരിച്ചടികൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരിൽ പോലും നിങ്ങൾ ആ വിശ്വാസം അർപ്പിക്കരുത്. നിങ്ങളെപ്പോഴും അവർ നിങ്ങളെ ചതിക്കുമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രം മുന്നോട്ട് പോകുക. അതായത് അവരിൽ ഒരിക്കലും വിശ്വാസം അർപ്പിക്കരുത് എന്നല്ല, ഇന്നത്തെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ തൊടുകുറി ഫലത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്, കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും ചതികൾ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു തരത്തിലും മാറേണ്ട. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, നിങ്ങളുടെ വാക്കുകൾക്ക് എതിര് നിൽക്കും. അതുപോലെ ഇതിലൊന്നും ചെവി കൊടുക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ഏറ്റവും കഠിനമായി നിങ്ങൾ പ്രയത്നിക്കേണ്ടത്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും, പക്ഷേ കുറച്ച് സമയമെടുക്കും. നിരന്തര പരിശ്രമമാണ് ആവശ്യം. ബന്ധുക്കളെയോ കൂട്ടുകാരെയോ ഏറ്റവും വിശ്വസിക്കുന്നവരെയോ കൂടുതൽ വിശ്വസിക്കാതിരിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് ചതി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ പലരും പല വാക്കുകളും പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങൾ അതിലൊന്നും ചെവി കൊടുക്കാതെ ജീവിതത്തിലെ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന കാര്യങ്ങളിലേക്ക് മാത്രം എത്തിപ്പെടുക. എന്നാൽ മാത്രമേ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരൂ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുറച്ച് വിശ്വസിക്കാം. ഈ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മാസക്കാലത്തോളം നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ചെമ്പരത്തിയാണ്. ചെമ്പരത്തിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. തീർച്ചയായിട്ടും ഈ ചെമ്പരത്തി എന്ന് പറയുന്ന ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ശ്രീ ഭദ്രകാളി ദേവിയുടെ പ്രത്യേക അനുഗ്രഹമുള്ളവരായിട്ട് കാണപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ കൂടുതലും അമ്മയുടെ ഭക്തരാണ്. ജീവിതത്തിൽ എന്ത് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും
എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം നിങ്ങൾ ആശ്രയിക്കുന്നതും നിങ്ങൾക്ക് ആശ്വാസവാക്ക് കിട്ടുന്നതും ആ അമ്മയുടെ പക്ഷത്തു നിന്ന് തന്നെയായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളിൽ വരുന്ന അനുഗ്രഹങ്ങളിലും അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം കടന്നു വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാര്യത്തിനും പെട്ടെന്ന് വാശി പിടിക്കരുത്. അത് വളരെയധികം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. നിങ്ങളുടെ ഒരു സ്വഭാവക്രമം പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ വളരെയധികം ശാന്തരാകുന്ന വ്യക്തികളാണ്. അത് അമ്മയുടെ ഒരു സ്വഭാവ ഗുണം തന്നെ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ പെട്ടെന്നൊരു കാര്യങ്ങളിൽ ചാടിക്കേറി ഒരു തീരുമാനമെടുക്കുന്നു, പിന്നെ അത് അബദ്ധങ്ങളിലേക്ക് ചെന്ന് കലാശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും വാശിക്ക് അടിമപ്പെടാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ഉയർച്ചയുണ്ടാകൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആഗ്രഹങ്ങൾ നേടാൻ വളഞ്ഞ വഴികൾ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അത് ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരല്പം നിങ്ങൾ പിറകിലാണ്, സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും നിങ്ങൾ അത് നേടിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്യരുത്. ഒരു വളഞ്ഞ വഴികളും നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം താഴ്ചയിലേക്ക് വന്നു ഭവിക്കും. ശരിയായ വഴി സ്വീകരിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് നേടുവാനായിട്ട് കഴിയൂ. നിങ്ങളുടെ സമയക്രമം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സമയക്രമം പരിശോധിക്കുകയാണെങ്കിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഒരു 4 മാസ കാലയളവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളഞ്ഞ വഴി സ്വീകരിക്കുകയാണെങ്കിൽ ഈ 4 മാസക്കാലം എന്ന് പറയുന്നത് ചിലപ്പോൾ 1 വർഷമോ അല്ലെങ്കിൽ വളരെയധികം വർഷങ്ങളോ നീണ്ടു നിൽക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജീവിതത്തിൽ അധ്വാനിച്ചാൽ, ഈശ്വരവിശ്വാസമുണ്ടായാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അത്രത്തോളം നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവർക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പക്ഷേ രണ്ടും 2 സമയങ്ങളിലാണ്, രണ്ടും വ്യക്തിത്വങ്ങളിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയും കഠിനാധ്വാനവും അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ 2 മേഖലയിലും പൊതുവായൊരു ഗുണം കാണുവാനായിട്ട് കഴിയുന്നത് വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നാൾക്ക് നാൾ വന്നു ഭവിക്കും. പക്ഷേ ഒരല്പം ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് വേഗത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെയും തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.